ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 102 ലോക്സഭാ മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും. അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ വോട്ടെടുപ്പും നാളെയാണ്. പോളിംഗിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ശരത് കെ ശശി വിവരങ്ങൾ നൽകും. ശരത്, 102 മണ്ഡലങ്ങളാണ് നാളെ വിധി എഴുതാനിരിക്കുന്നത്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസങ്ങളാണ്. തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ? പ്രതികരണം എങ്ങനെയാണ് വരുന്നത്? അതോടൊപ്പം തന്നെ ഈ അവസാന ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? സ്മൃതി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് നാളെ തുടക്കമാകുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഏപ്രിൽ 19-ന് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ദുർഘടമായ പ്രദേശങ്ങളിലേക്കടക്കം പോളിംഗ് യന്ത്രങ്ങളടക്കം എത്തിക്കാൻ സാധിച്ചു എന്നും സുരക്ഷാ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1625 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഈ സ്ഥാനാർത്ഥികൾ ഒക്കെ തന്നെ അതിൽ മുന്നണികൾ കൂടാതെ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കമാണ് 1625 സ്ഥാനാർത്ഥികൾ. രാഷ്ട്രീയ പാർട്ടികൾ BJPയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ തമിഴ്നാടാണ് ഒന്നാം ഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനം. തമിഴ്നാട് കൂടാതെ ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളും ഈ ഒന്നാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്നതോടെ 2 സംസ്ഥാനങ്ങളിലെ പൂർണ്ണമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളത്തോടെ പൂർണ്ണമാവുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ഒന്നാം ഘട്ടത്തിലുള്ളത് രാജസ്ഥാൻ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ്. കാരണം തമിഴ്നാട്ടിൽ DMKയെ കൊണ്ട് 24 കഴിഞ്ഞ തവണ DMK തനിച്ച് തന്നെ 24 സീറ്റ് നേടിയ സാഹചര്യമുണ്ട്. തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന ആത്മവിശ്വാസം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്, ഇന്ത്യ സഖ്യം ഉറ്റുനോക്കുന്നത് രാജസ്ഥാനിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുമാണ്. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 12 സീറ്റുകളിൽ ഏറെ പ്രതീക്ഷ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത് ആദ്യഘട്ടം നടക്കുന്ന നാളത്തെ വോട്ടെടുപ്പിലാണ്. ഉത്തർപ്രദേശിൽ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലും വലിയ ആത്മവിശ്വാസമാണ് SP കോൺഗ്രസ് സഖ്യത്തിനുള്ളത്. BJP ആകട്ടെ കഴിഞ്ഞ തവണ 102 സീറ്റുകളിൽ 40 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ആ 40 സീറ്റുകൾ എന്ന സംഖ്യ വർദ്ധിപ്പിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് BJPക്ക്. ആ രീതിയിലാണ് പാർട്ടികളുടെ പ്രതീക്ഷ ഉള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സ്ഥാനാർത്ഥികൾക്ക് ഒരു കത്തയച്ചുകൊണ്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെന്നുള്ള സന്ദേശം, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെന്നുള്ള സന്ദേശമൊക്കെ തന്നെ കൈമാറുകയും ചെയ്തിരുന്നു. അല്പസമയം മുൻപ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദേശം എക്സിലൂടെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. RSSനെതിരെയും BJPക്കെതിരെയുമായ ഏറ്റവും ശക്തമായ ഒരു ചെറുത്തുനിൽപ്പിനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശമായിരുന്നു രാഹുൽ ഗാന്ധി ഈ പ്രതികരണത്തിലൂടെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളായി 8 കേന്ദ്രമന്ത്രിമാരുണ്ട്, 2 മുൻ മുഖ്യമന്ത്രിമാർ, ഒരു മുൻ ഗവർണർ എന്നിവർ സ്ഥാനാർത്ഥികളായി രംഗത്ത് ഉണ്ട്. ഇതോടൊപ്പം തന്നെ 2 ചെറു സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ സിക്കിമും അവരുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നാളെയാണ് നടക്കുന്നത്. അരുണാചൽ പ്രദേശിൽ തുടർഭരണം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. 60 സീറ്റുകളുള്ള അരുണാചൽ പ്രദേശിൽ നിലവിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 10 സീറ്റുകളിൽ BJP എതിരില്ലാതെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 50 സീറ്റുകളിലേക്കായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പേമ ഖണ്ഡു സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് BJP അടിയുറച്ച് വിശ്വസിക്കുന്നു. സിക്കിമിൽ 32 സീറ്റുകളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ SKMും SDFും തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് ആ ചെറു സംസ്ഥാനം വേദിയാകുന്നത്. ശരി, 40 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പൂരമാണ്. അതിന് തുടക്കമാവുകയാണ് നാളെ. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടൊപ്പം നമ്മുടെ തൊട്ടയൽപ്പക്കത്തെ സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പാണ്. ഒറ്റഘട്ടമായിട്ടാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും വിധി എഴുതുകയാണ്. 39 സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. നിശബ്ദ പ്രചാരണ ദിവസത്തിൽ അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥികൾ. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താനുള്ള BJP തന്ത്രങ്ങളുടെ മാറ്റുരയ്ക്കൽ കൂടിയാണ് ഇത്തവണത്തെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ്. ചെന്നൈയിൽ ഞങ്ങൾ 2 പ്രതിനിധികളുണ്ട്. ചെന്നൈയിൽ നിന്ന് അല്ലമീനുണ്ട്, അതോടൊപ്പം കോയമ്പത്തൂരിൽ നിന്ന് VS രഞ്ജിത്തും. ആദ്യം അല്ലമീനിലേക്ക് പോവുകയാണ്. അല്ലമീൻ, ഇപ്പോൾ DMK നല്ല ആത്മവിശ്വാസത്തിലാണ്. അവരുടെ പ്രകടന പത്രിക തന്നെ അവരുടെ നിലപാടുകളുടെ വിളംബരമായിരുന്നു. ആ നിലയ്ക്ക് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അത്രയും ആത്മവിശ്വാസം അവിടെ കാണിക്കുമ്പോൾ, അപ്പുറത്ത് BJPയും
മാറ്റുരയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ അവസാന ദിവസത്തെ ഈ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസത്തെ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? സ്മൃതി, ഇതുവരെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ, ഒപ്പം ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന പൾസ്, അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസത്തിന്റെ രഥത്തിലേറിയാണ്, തേരിലേറിയാണ് DMK നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ ഇതുവരെയുള്ള പ്രചരണം പൂർത്തിയാക്കിയത്. നിശബ്ദ പ്രചരണത്തിന്റെ ഈ മണിക്കൂറുകളിലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. വലിയ വിജയ പ്രതീക്ഷ അവർ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഇന്ത്യ സഖ്യം എന്ന നിലയിൽ വിവിധ സംഘടനകളെ കൂട്ടുനിർത്തി, രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുനിർത്തി പോകുമ്പോൾ ഒരു ഭിന്നസ്വരം അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതോടൊപ്പം സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം കാര്യമായി അലയടിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ ആ വോട്ടുകൾ അത് അണ്ണാ DMKയിലേക്കും BJPയിലേക്കും വിഭജിച്ച് പോകും. അങ്ങനെ ഒരു തിരിച്ചടി ഇവർ ആ അർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഒരു നോർത്തേൺ ബെൽറ്റിലാണ് DMKയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളികൾ ഏറെയുള്ള പ്രദേശം. പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ അണ്ണാ DMKയും BJPയും രണ്ടു ചേരിയിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആ വോട്ടുകളും ഇരു ചേരികളിലായി പോകുമ്പോൾ സാധാരണഗതിയിൽ വെല്ലുവിളി നിറഞ്ഞ നോർത്തേൺ ബെൽറ്റിനും വലിയൊരു തിരിച്ചടി ഉണ്ടാകില്ല. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണവും അനുകൂലമായി വരും. അങ്ങനെ പല ഘടകങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രതീക്ഷ, വലിയ ആത്മവിശ്വാസം DMK നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തിനുണ്ട്. അവർ ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സഖ്യം രൂപീകരിക്കുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനെ എങ്ങനെ ഈ സഖ്യത്തിലുള്ള മറ്റു കക്ഷികളെ അക്കോമഡേറ്റ് ചെയ്യണം എന്നതിൽ മാതൃകാപരമായ നടപടികളുമായാണ് സ്റ്റാലിനും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും DMKയ്ക്കുണ്ട്, ഒപ്പമുള്ള ഇന്ത്യ മുന്നണി സഖ്യകക്ഷികൾക്കുണ്ട്. അതോടൊപ്പം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മന്ത്രിസഭയിലെ വിശ്വസ്തനായ സെന്തിൽ ബാലാജിയെ കാരാഗ്രഹത്തിലേക്ക് അടച്ച BJPക്ക്, പ്രധാനമന്ത്രിക്ക് അവരുടെ നെറുകയിൽ ഒരു അടി കൊടുക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് സ്റ്റാലിൻ. അതിന് കിട്ടിയ അവസരമായാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതികാരം വീട്ടാനും സ്റ്റാലിൻ നടത്തുന്ന ശ്രമങ്ങൾ, അതൊക്കെ വോട്ടർമാരിൽ നിന്ന് വലിയ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. അതോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തിലെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തിയുണ്ട്, വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലെയും പല ഘടകങ്ങൾ കൂടിച്ചേരുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക ദ്രാവിഡ കക്ഷികളുടെ തോളത്തിരുന്ന് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ ഇത്തവണ അവർ ഒറ്റക്കാലിൽ നിന്ന് സ്വന്തം നിലയിൽ മുന്നണി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയിലും ഈ തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അയക്കാൻ ശേഷിയുള്ള കെൽപ്പുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. കോയമ്പത്തൂരിൽ നിന്ന് VS രഞ്ജിത്തുമുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ അല്ലമീൻ പറഞ്ഞതുപോലെ DMKയുടെ വിജയം പ്രവചിക്കുന്ന സർവേകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ചില സർവേകളുണ്ട്. ലോക്നീതി സർവേയിൽ പറയുന്നത് BJP അവരുടെ ഇടം കണ്ടെത്തുമെന്നുള്ളതാണ്. അവരുടെ വോട്ടിംഗ് ശതമാനം 2 അക്കത്തിലേക്ക് ഉയരുമെന്ന് സർവേയും പറയുന്നുണ്ട്. അപ്പോൾ അണ്ണാമലയെ സംബന്ധിച്ച് ഒറ്റയ്ക്കുള്ള പോരാട്ടം, താൻ ഒറ്റയ്ക്ക് മതി, അല്ലെങ്കിൽ BJP ഒറ്റയ്ക്ക് മതി എന്ന തീരുമാനം അണ്ണാമല എടുക്കുന്നു. അതിന് പൂർണ്ണ പിന്തുണയുമായി BJP നേതൃത്വം അങ്ങോട്ടെത്തുന്നു. പ്രധാനമന്ത്രി തന്നെ പല പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട്ടിലെത്തുന്നു. അങ്ങനെ ചെങ്കോലിൽ തുടങ്ങിയ തമിഴ്നാട് പിടിക്കാനുള്ള ശ്രമങ്ങൾ അത് ഏത് രൂപത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്? കോയമ്പത്തൂരിൽ നിന്നും BJPയുടെ ആത്മവിശ്വാസം ഏത് രൂപത്തിൽ കാണുന്നു രഞ്ജിത്ത്? സ്മൃതി, ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്ത് കടന്നു കയറാനുള്ള BJPയുടെ ശ്രമത്തിന് അണ്ണാമലൈ ഒരു തുറുപ്പ് ചീട്ടായി കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ട്. കാരണം അണ്ണാമലൈ വളരെ ചെറുപ്പക്കാരനാണ്, 39 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ച് ഈ രാഷ്ട്രീയത്തിലേക്ക്, തമിഴിൽ അരസിയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ അരസിയൽ ഗലാട്ട ഒരു ശക്തമായ പോരാട്ടമായി മാറുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു കളിക്കളത്തിലായിരുന്നു. അവിടെ എക്സസൈസ് ചെയ്യാനൊക്കെ വന്ന, വ്യായാമം ചെയ്യാനെത്തിയ കുറേ ആളുകൾ, ചെറുപ്പക്കാരുണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു. അവർക്കിടയിൽ നമ്മൾ റാൻഡമായി ബൈറ്റുകൾ ചോദിച്ചപ്പോൾ പോലും അണ്ണാമലൈ എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. BJPക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ BJP അല്ല, അണ്ണാമലൈ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അണ്ണാമലൈ ഇഫക്റ്റ് കോയമ്പത്തൂരിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അത് റൂറൽ മേഖലയിലേക്ക് എത്രയുണ്ട്, ഈ കോയമ്പത്തൂർ നഗരത്തിൽ മാത്രമാണ് അത് ഉള്ളതെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും അണ്ണാമലൈ ഇഫക്റ്റ് BJPക്ക് തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. BJP ഇത്തവണ 23 സീറ്റുകൾ
സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. 23 സീറ്റിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ BJPക്കൊപ്പം 9ഓളം ചെറിയ കക്ഷികളുണ്ട്. ആ ചെറിയ കക്ഷികളെ തെരഞ്ഞെടുത്തതിലും BJP വലിയ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമുള്ളൊരു സമുദായമാണ് വാണിയർ സമുദായം എന്ന് പറയുന്നത്. ഈ വാണിയർ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള പട്ടാളി മക്കൾ കച്ചിയെ അവരുടെ ഘടകകക്ഷിയായി എടുക്കുകയും ഈ പട്ടാളി മക്കൾ കച്ചി അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവർക്ക് മത്സരിക്കാൻ സീറ്റുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ജയലളിതയ്ക്കൊപ്പം നിന്നിരുന്ന തേവർ സമുദായത്തിൻ്റെ സ്വാധീനമുള്ള ദിനകരൻ, ഈ ദിനകരനെ കൂടെ കൂട്ടിയതോടുകൂടി ആ തേവർ സമുദായത്തിലേക്കും ഒരു കടന്നുകയറ്റത്തിന് BJP ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എൽ മുരുകൻ, അതുപോലെ പൊൻ രാധാകൃഷ്ണൻ പോലുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാക്കന്മാരെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ചെന്നൈയിൽ വലിയ സ്വാധീനമുള്ള തമിഴിസൈ സുന്ദർരാജയെ രാജിവെപ്പിച്ച്, ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് ഈ മത്സര രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് BJP ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ DMK-യുടെ കുടുംബാധിപത്യത്തിനെതിരെയാണ് അണ്ണാമലൈ ഒരു പയറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ അഴിമതിക്കെതിരെ ഈ DMK മന്ത്രിസഭയിലുള്ള ധനകാര്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ പോലും കെൽപ്പുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അണ്ണാമലൈക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ DMK-യുടെ കുടുംബാധിപത്യത്തിനും അവരുടെ അഴിമതിക്കുമെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മോദിയുടെ വികസനം എന്ന മുദ്രാവാക്യമാണ് അണ്ണാമലൈ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ DMK CPM-ന് നൽകിയിരുന്ന കോയമ്പത്തൂർ തിരിച്ചെടുത്തുകൊണ്ട് DMK-ക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലം തന്നെ CPM-ന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോയമ്പത്തൂരിൽ നേർക്കുനേർ പോരാട്ടത്തിന് BJP-യുമായി എത്തുകയാണ് DMK. അപ്പോൾ DMK-യുടെ കോയമ്പത്തൂരിലെ ആത്മവിശ്വാസം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് നേരത്തെ ഇപ്പോൾ സിറ്റിംഗ് MP എന്ന് പറയുന്നത് CPM-ൻ്റെ MP ആണ്. ആ CPM-ൻ്റെ MP എന്ന് പറയുന്നത് DMK കൊടുത്ത സീറ്റായിരുന്നു CPM-ന്. ആ സീറ്റ് ഇത്തവണ DMK തിരിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അണ്ണാമലൈക്ക് ഒരു ഫൈറ്റ് കൊടുക്കുമെന്നുള്ള, ഇതിപ്പോൾ BJP-യുടെ ഇവിടുത്തെ ലീഡറുണ്ട്. എന്താണ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് BJP ഹിയർ? இல்லை, இன்றைக்கி கோவை பாராளுமன்ற தொகுதியை பொறுத்தளவில் இன்றைக்கி ஒரு நேர்மையான வேட்பாளர், மத்தியில் ஒரு நிலையான ஆட்சி வேணும். என்றைக்குமே வந்து தமிழ்நாட்டை பொறுத்தளவில் எந்த விதமான ஜல்லி பீசம் கூட கொடுக்க மாட்டா அப்படின்னு சொல்லி தூய்மையான அரசியல் பண்ணுறதுக்கு அண்ணாமலை இன்றைக்கி விரும்புகிறாரு. இன்றைக்கி அவர் மாதிரி ஒரு வேட்பாளர் கோயம்புத்தூர் கிடைச்சது உண்மையிலுமே ஒரு வரப்பிரசாதம். ஏன்னா இன்றைக்கி எல்லாமே வந்து எல்லா கட்சியுமே இவர் எதிர்த்து நிற்கிற அத்தனை கட்சியுமே பணம் கொடுத்து தான் ஓட்டை விலைக்கு வாங்குறாங்க. ஆனால் இவரை பொறுத்தளவில் நீங்கள் வந்து நியாயமான வரைக்கும் எனக்கு ஓட்டு போடுங்க, நான் இந்த தொகுதிக்கு உங்களது சேவகனாக பணிபுரிவேன் அப்படின்னு சொல்லியிருக்காரு. இந்த கோயம்புத்தூரினுடைய தொழில் வளர்ச்சி, சிறு குறு வளர்ச்சி, நெசவாளர்களோட வளர்ச்சி எல்லாமே வந்து மத்தியில் ஆட்சி அமைக்கிற ஒரு கட்சி இருந்தால் தான் நம்ம கோயம்புத்தூரில் இருக்கிற എല്ലാ കാര്യങ്ങളും അണ്ണാമലൈ അവരുടെ വെച്ച്. അണ്ണാമലൈ ഇന്നലെ ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു. അത് DMK പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ്. അതിന് പകരമായി BJP ഉയർത്തി കാണിക്കുന്നത് ന്യായമായി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും DMKക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണ് ഈ പറയുന്ന കോയമ്പത്തൂർ നഗരത്തിൽ മാത്രമല്ല, കോയമ്പത്തൂർ റൂറൽ മേഖലയിലും DMK നല്ല വേരോട്ടമുണ്ട്. CPM-ൻ്റെ MP സിറ്റിംഗ് MP ആണ്. അപ്പോൾ CPM-നും കോൺഗ്രസിനും ഒക്കെ വേരോട്ടമുള്ള സ്ഥലം തന്നെയാണ് കോയമ്പത്തൂർ. അപ്പോൾ ഇവിടെ ഒരു അട്ടിമറി സാധിക്കുമോ എന്നുള്ളതാണ് BJP ശ്രമിക്കുന്നത്. അണ്ണാമലൈ എന്ന് പറയുന്ന ഒറ്റ ഫേസിലൂടെ മാത്രമാണ് ഇവിടെ BJP നേരിടുന്നത്. ഏതായാലും ഈ BJP-യുടെ അണ്ണാമലൈ തരംഗം കോയമ്പത്തൂരിലും തമിഴ്നാട്ടിലും ഉണ്ടോ എന്നുകൂടി അറിയാനുള്ള ഒരു മാറ്റുരയ്ക്കൽ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. ശരി, ഏറ്റവും ചൂടേറിയ പോരാട്ടം നടക്കുന്ന ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. അവിടെ ഒറ്റഘട്ടമാണ് തെരഞ്ഞെടുപ്പ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് കോയമ്പത്തൂരിൽ നിന്ന് VS രഞ്ജിത്തും ചെന്നൈയിൽ നിന്ന് അൽ അമീനും നൽകിയത്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ